കൃപാസനം പത്രം ഒക്ടോബർ 2025 പാർട്ട് 2. ശ്രീ ആർ വിജയകുമാറിന്റെ സന്ദേശം. അനുദപിച്ചാൽ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സാത്താന് നമ്മുടെ മുകളിലുള്ള ആധിപത്യം വിട്ടുപോകും. എന്ത് സങ്കടം വന്നാലും ഞാൻ ഉടമ്പടിയിലാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യമുണ്ടാകണം. അതുതന്നെയാണ് സുവിശേഷം. ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അതിൻ്റെ കൂടെ നൽകപ്പെടും. മത്തായി 6:8. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അതാണ് ദൈവ പദ്ധതി. മത്തായി 4:17. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് അത്രയ്ക്ക് കരുതലാണ്. 1 പത്രോസ് 5:6. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വലിയ സഹനങ്ങൾ ഉള്ളപ്പോഴും ഞാൻ ആകെ പഠിച്ചിട്ടുള്ളത് മുട്ടിൽ നിൽക്കാനാണ്. പ്രാർത്ഥനയൊന്നും എനിക്കറിയില്ലായിരുന്നു. പ്രാർത്ഥനയൊക്കെ ഇവിടെ വന്നപ്പോൾ അച്ഛനാണ് പഠിപ്പിച്ചു തന്നത്. യോഹന്നാൻ 1:17. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി. ഈശോ കുരിശിൽ തന്നെ ബലി കൊടുത്തുകൊണ്ട്, കുരിശിൽ മരിച്ചുകൊണ്ടാണ് കൃപ സമ്പാദിച്ചത്. നമ്മുടെ തെറ്റിനെ ന്യായീകരിക്കാൻ നമുക്ക് അധികാരമില്ലെന്ന് ഒരു ബോധ്യമുണ്ടാകണം. എഫേസോസ് 6:12. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. ഉടമ്പടിയെടുത്ത് നീ ഈ ലോകരാജ്യത്തിലായിട്ട് കാര്യമില്ല. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാക്കാൻ സാധിക്കില്ല. ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്നതാണ് സുവിശേഷം. നീ ജ്ഞാനസ്നാനം വഴി ഈശോയോടു കൂടി മരിക്കുമ്പോൾ നീ ഉയർത്തെഴുന്നേൽക്കും. കൊളോസോസ് 2:12. എന്ന് വെച്ചാൽ നിനക്ക് കൃപ ലഭിക്കും. നമ്മളെല്ലാവരും ഈശോയോടുകൂടെ മരിക്കണം. ഫിലിപ്പി 2:6. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അപ്പോൾ എളിമപ്പെട്ടു എന്നുള്ളതാണ്. റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഈശോയോടുകൂടി മരിക്കുമ്പോഴേ അത് സാധിക്കൂ. ഒരു ദിവസം എനിക്ക് ബിസിനസ്സിൽ വലിയ പ്രശ്നമുണ്ടായി. ഞാനൊരു ഹോട്ടലിൽ റൂം എടുത്ത് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവുക എന്ന സ്വരം കേട്ടു. ഞാൻ ട്രെയിനിൽ നേരെ തിരുവനന്തപുരത്ത് എത്താറായപ്പോൾ RCCയിലേക്ക് പോവുക എന്ന സ്വരം വീണ്ടും കേട്ടു. അവിടെ ക്യാൻസർ രോഗികളായ 3 കുട്ടികളുടെ മാതാപിതാക്കൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനാണ് പരിശുദ്ധ അമ്മ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞാൻ 3 പേർക്കും സാമ്പത്തിക സഹായം നൽകി. പുതുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയയല്ല ഉടമ്പടി, അത് ദൈവവും നീയുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഹബക്കൂക്ക് 1:5. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു.